ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്ലസ് ആണ് വണ്ടിക്ക് പറഞ്ഞിരുന്ന കംപ്ലയിൻറ്റ് എന്ന് ഒന്ന് ഫ്രണ്ട് വെട്ടൽ പോലെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രണ്ട് ടയർ വെട്ടിയത് ചെയ്യുന്നത് അതിലൊരു ഷോക്കിൻ്റെ ആക്ഷനൊക്കെ ഒന്ന് ചെക്കിനേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാൻഡിൽ ബാർ മാറ്റിയിട്ട് അത് ഇത് വരുന്ന കമ്പനി ഹാൻഡിലാണ്, അത് മാറ്റി പൾസറിൻ്റെ ഹാൻഡിൽ ചേഞ്ച് ചെയ്ത് വെക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഒന്നും കണ്ടില്ല. ഓടിച്ച് നമ്മൾ അത്യാവശ്യം കുറച്ച് ലോങ് ഓടിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് അങ്ങനെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലായ്പ്പോഴും കാണിക്കുന്നില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നത് മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം. കാരണം നമ്മൾ പിന്നെ നോക്കി സ്പാർക്ക് പ്ലഗിനകത്തേക്കുള്ള പവർ സപ്ലൈ ഒക്കെ കറക്റ്റ് നമ്മൾ നോക്കി. അപ്പോൾ പഴയത്തേക്ക് വേറെ കംപ്ലയിൻറ്റ് നമുക്ക് അതിനകത്ത് തോന്നണില്ല. പെട്രോളിൻ്റെ ഫ്യൂൽ ലൈനും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. അപ്പോൾ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട യാതൊരു കംപ്ലയിൻറ്റും നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. നമ്മളത് നോക്കുന്ന സമയത്ത് നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ലക്ഷണങ്ങളും കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മിസ്സിങ്ങിൻ്റെ കേസ് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്തോളാണ്. കാരണം കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. പിന്നെ ഫ്രണ്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഫ്രണ്ട് അഴിച്ചതിൻ്റെ ഷോക്ക് അപ്സിൻ്റെ ആക്ഷൻ വർക്ക് ചെയ്യണതിൻ്റെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നിലവിൽ 2 ഷോക്കും ആക്ഷനിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. വീൽ ബെയറിങ് നമുക്കത് മാറ്റിയിടണം. കാരണം അത് അത്യാവശ്യം ഒരു ചെറിയ അടിയിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പ്ലേയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം പ്ലേയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീൽ ബെയറിങ് നമുക്കൊന്ന് മാറ്റിയിടേണ്ടി വരും. അതേപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അവിടെ ബൂട്ട് ഇടുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കവറിങ് ഉണ്ടല്ലോ, ആ കവറിങ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. ഇത്രയും കേസാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ കേട്ടോ. അതിനകത്ത് നമുക്ക് ഈ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് യാതൊരു ഒരു ഇതും കിട്ടാത്തത്. കാരണം അത് നമ്മൾ വേറൊരു പ്രത്യേക കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്യൂവൽ ലൈനും ചെക്ക് ചെയ്തായിരുന്നു, പ്ലഗിലേക്കുള്ള ലൈനും നോക്കിയായിരുന്നു. പ്ലഗിൽ തന്നെ കറണ്ടൊക്കെ കറക്റ്റാണ്, കട്ടിങ് കാര്യങ്ങളൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അതേപോലെ പെട്രോൾ ലൈനും കറക്റ്റാണ്. അപ്പോൾ കൂടുതലായിട്ട് പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുക. ആ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്കത് ചെക്ക് ചെയ്ത് അത് എന്തിൻ്റെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു പരിഹാരം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും നോക്കി, കാരണം പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ CDI കോയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എക്സ്പെൻസീവാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ നേരത്തെ നോക്കി ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്തൊന്ന് തന്നാൽ മതി, ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്.